ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ വരാൽ കറിയാണ്. 2 നല്ല നാടൻ ചെറിയ വരാൽ കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.5 കിലോയൊക്കെ വരുന്നതാണ് ഈ രണ്ടും കൂടെ. പിന്നെ നമുക്ക് തൊലിയെല്ലാം കളയാതെ ചെതുമ്പിൽ കളഞ്ഞ് കല്ലിൽ ഉരച്ചെടുത്ത് പുളിവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയെടുക്കാമേ. ഇതിൻ്റെ അടിയിലൊരു നെയ്മയം ഉണ്ട്, അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് കല്ലിൽ തന്നെ ഉരച്ചെടുക്കാം. ചെതുമ്പൽ കളയുമ്പോൾ നമുക്ക് ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചാരവും കൂടി ഇടുവാണെങ്കിൽ ആ വഴുവഴുക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടുമായിരിക്കും. വേണ്ട, ഇപ്പം നമ്മൾ കല്ലേ ഉരയ്ക്കുവാണ് അതിൻ്റെ ബാക്കിയുള്ള ഉളുമ്പുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നല്ല ജീവനുള്ള ഫ്രഷ് വരാലായിരുന്നേ. നന്നായിട്ട് കല്ലിൽ ഉരച്ചെടുക്കണം. ഇനി കല്ലിൽ ഉരയ്ക്കാൻ നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പുളി, നമ്മൾ പിഴുപുളി എന്ന് പറയും, അത് വെള്ളത്തിലിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് കൈ മുക്കാൻ പാകത്തിലുള്ള ചൂടായിട്ട് ഈ വരാലിനെ അതിനകത്ത് കുറച്ച് നേരം ഇട്ടാൽ മതി. അത് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഈ ബാക്കിയുള്ള ഈ കറുത്ത ഭാഗത്തെ ആ ഉളുമ്പെല്ലാം നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ കുറച്ച് നേരം പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കണ്ടോ, എന്നിട്ട് നന്നായിട്ട് പിച്ചാത്തി കൊണ്ടൊന്ന് ചിരണ്ടിയാൽ മതിയാവും, നന്നായിട്ട് പോയി കിട്ടും. കണ്ടോ, നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പുളിവെള്ളത്തിലിട്ട് കഴുകി ഉളുമ്പെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാം. കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം എടുത്തു, അത് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയൊന്ന് പൊട്ടട്ടെ. അപ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ വേണം ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായുള്ള പൊടികളൊക്കെ എടുത്ത് വെക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1 ടേബിൾ സ്പൂൺ നല്ല എരിയുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇതിലേക്ക് തിളപ്പിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് പുളിവെള്ളം. നമുക്ക് മീൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച പുളിവെള്ളം വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളം ഒഴിച്ച് ഇതൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാവേ. തിളപ്പിച്ച പുളിവെള്ളമാണ്, ഇത് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ടാവും. നമുക്കിനി ഈ കൂട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എരി നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം, ഒരുപാടല്ല, ആ ചേർക്കുന്ന പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് അതിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് പറ്റി എണ്ണ തെളിയുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് പറ്റി എണ്ണ തെളിയട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയം നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യണം ഈ സമയത്ത്. ചാറ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ചട്ടിയുടെ അടിയിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം.
പകുതി കഷ്ണങ്ങൾ പറക്കി വെച്ചാൽ മതിയാകും. എന്നിട്ട് ചാറൊഴിച്ചിട്ട് പിന്നീട് ബാക്കിയുള്ളതിൻ്റെ മുകളിലായിട്ട് അടുക്കി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് റെഡിയാക്കിയാൽ മതിയാകും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചാറ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, ബാക്കി നമുക്ക് രണ്ടാമത് അടുക്കി കഴിയുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഇനി ബാക്കിയുള്ള കഷ്ണങ്ങളോട് പറക്കി വയ്ക്കാം. ബാക്കിയുള്ള ചാറോട് ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മളിത് അടുപ്പിൽ വെച്ചാണ് റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് ചട്ടിയിലോട്ട് ഇങ്ങോട്ട് മാറ്റിയത്. റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പിൽ വെച്ച് പറ്റിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം എല്ലാ ഭാഗവും ഒന്ന് ചുറ്റിച്ച് വെച്ച് വെക്കണേ, അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നമുക്ക് ഉപ്പൂടെ കറക്റ്റാണോ എന്ന് ഒന്നുകൂടെ നോക്കണം. കറി നന്നായിട്ട് കുറുകി പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇറക്കാൻ സമയത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കറി ഇറക്കാം. സ്വാദിഷ്ടമായ നാടൻ വരകൾ